പ്രവാസത്തിൻ്റെ പുതിയ കഥകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. അങ്ങനെ കേന്ദ്ര ബജറ്റ് വന്നു, സംസ്ഥാന ബജറ്റ് വന്നു. പതിവ് തെറ്റിച്ചില്ല, പ്രവാസികൾക്ക് കൈ നിറയെ അവഗണന. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പ്രവാസികൾക്ക് നീക്കിവെച്ചത് വട്ടപൂജ്യം. പ്രവാസികളെന്ന് പരാമർശിക്കാൻ പോലും മെനക്കെടാത്ത കേന്ദ്ര ബജറ്റ് ആദ്യമായല്ല. അധികാരമേറ്റയുടൻ പ്രവാസി വകുപ്പ് തന്നെ ഇല്ലാതാക്കിയ ഒരു സർക്കാരിൽ നിന്ന് പ്രവാസികളത് പ്രതീക്ഷിച്ചിട്ടുമില്ലെന്ന് തോന്നുന്നു. കേന്ദ്ര ബജറ്റിൽ ഇതുവരെ ഉണ്ടായിരുന്ന കേന്ദ്ര ബജറ്റിലും ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രത്യേകിച്ചൊരു പ്രവാസികൾക്കായിട്ടുള്ള പരിഗണന ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. രണ്ടാം മോദി ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബജറ്റാണ്. ഇനി വരുന്ന ഗവൺമെൻറ്റിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്നതേ ഉള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രവാസികൾക്കായിട്ടൊന്നും ഇതിൽ നിന്ന് ലഭ്യമല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ കുറഞ്ഞ സീസൺ സമയത്ത് കുറഞ്ഞ നിരക്ക് ഉൾപ്പെടെ അങ്ങനെയുള്ള പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ പ്രവാസികളുടെ ക്ഷേമ പദ്ധതികൾ അങ്ങനെയുള്ള യാതൊരുവിധ പ്രഖ്യാപനങ്ങളും ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പറയുന്ന ബഡ്ജറ്റിലും ഇല്ല. പ്രവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പങ്കാളിത്ത പെൻഷൻ, പ്രവാസികളുടെ വോട്ടവകാശം, പ്രവാസികൾ വർഷാവർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിമാന നിരക്കിലെ വർധനവ് പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടികളും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവയെക്കുറിച്ച് പരാമർശിക്കാനോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനോ ഈ ഇടക്കാല ബഡ്ജറ്റിൽ കേന്ദ്രം ശ്രദ്ധ ചെലുത്തിയില്ല എന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രവാസികൾക്ക് പരാമർശമുണ്ട് എന്നെങ്കിലും ആശ്വസിക്കാം. എന്നാൽ പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന കണക്ക് പതിവ് പദ്ധതികൾ മാത്രം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ എന്തൊക്കെയാണ് പ്രവാസി ക്ഷേമത്തിന്, പ്രവാസികളുടെ ഉന്നമനത്തിന്, അവരുടെ വികസനത്തിന് നീക്കിവെച്ചിട്ടുള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് പറയേണ്ടി വരിക ബജറ്റിൽ പ്രവാസികൾക്ക് അവഗണന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ആകെ പ്രവാസികളുടെ ക്ഷേമത്തിനും അവരുടെ പദ്ധതികൾക്കുമൊക്കെയായി നീക്കിവെച്ചിട്ടുള്ളത് വെറും 245.81 കോടി രൂപയാണ്. അതിൽ തന്നെ നോർക്കയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി വെറും 143.81 കോടി രൂപയാണ് നോർക്കയുടെ പ്രവർത്തനങ്ങൾക്കായി ഇത്തവണ സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. മറ്റ് പദ്ധതികളിൽ എത്ര തുക നീക്കിവെച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ അതിൽ പ്രധാന ഒരു പദ്ധതി NDPRE പദ്ധതിയാണ്. പദ്ധതിക്ക് 25 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റിലും 25 കോടി രൂപ തന്നെയായിരുന്നു. അതായത് ഈ പദ്ധതിയിൽ കൂടുതലായി ഒന്നും സർക്കാർ ഇത്തവണയും ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്താണ് NDPRE പദ്ധതി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കുമ്പോൾ അവിടെ നിന്ന് ജോലി നഷ്ടമായി തിരികെ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം, നമ്മുടെ സംസ്ഥാനത്ത് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ സ്വദേശിവൽക്കരണം കാരണം തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി അവരുടെ പുനരധിവാസത്തിനും അവർക്ക് തൊഴിൽ കണ്ടെത്താനുമുള്ള പദ്ധതിയാണ് NDPRE പദ്ധതി. ആ പദ്ധതിക്കായാണ് വെറും 25 കോടി രൂപ മാത്രം സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. മറ്റൊന്ന് പ്രവാസികളുടെ പുനരധിവാസ പുനഃയോജന ഏകോപന പദ്ധതിയാണ്. ഈ പദ്ധതിക്കായി 44 കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. ഇനി സ്വദേശിവൽക്കരണം കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തൊഴിൽ കണ്ടെത്താനും അവരുടെ പുനരധിവാസത്തിനും വേണ്ടിയായുള്ള പദ്ധതിയാണ്. ഇനി കുറഞ്ഞത് 2 വർഷമെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്ത് തിരികെ വന്ന, അതായത് നമ്മുടെ സംസ്ഥാനത്ത് തിരികെ എത്തിയ പ്രവാസികളാണെങ്കിൽ അവർക്കായുള്ള ചികിത്സാ സഹായം, മറ്റ് പദ്ധതികളൊക്കെ മറ്റ് സഹായമൊക്കെ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വന പദ്ധതി. അപ്പോൾ ആ സാന്ത്വന പദ്ധതിയിൽ ചികിത്സാ സഹായമായി 50,000 രൂപ വരെയാണ് പ്രവാസികൾക്കായി നീക്കിവെച്ചിട്ടുള്ളത്. ഇനി ചികിത്സാ സഹായം കഴിഞ്ഞാൽ മരണാനന്തര സഹായമാണ്. 1 ലക്ഷം രൂപ വരെ നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. അത് മരണാനന്തര സഹായമായി ലഭിക്കുകയുള്ളൂ. ഇനി പ്രവാസികൾ മക്കൾക്ക് അവരുടെ പെൺകുട്ടികളുടെയൊക്കെ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ നടത്താനായി വിവാഹ ധനസഹായമായി 15,000 രൂപ വരെയാണ് സർക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി വൈകല്യമുള്ളവർക്ക്, ചിലർക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും, ജോലി ചെയ്യാൻ കഴിയാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും, മറ്റ് വൈകല്യമുള്ളവർക്കുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് സഹായ ഉപകരണം വാങ്ങാനായി 10,000 രൂപ വരെയാണ് സർക്കാർ ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഇത്രയും മാത്രമാണ് പ്രവാസികൾക്കായി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ. പ്രവാസികളുടെ കാതലായ പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരും ചെവി കൊടുത്തില്ലെന്നാണ് പരാതി. നമ്മളെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം യാത്രാ പ്രശ്നങ്ങളാണ് മെയിൻ. നമുക്കൊരു സീസണിൽ നാട്ടിലേക്ക് പോയി നോക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, എപ്പോൾ ഹൈ ഫെയർ ആണ്. അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നമ്മളതിൻ്റെ ശരിക്കും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്നത്.
അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് റിയലി അനുഭവപ്പെടുന്നത്. ഇപ്പോൾ കപ്പൽ യാത്രയൊക്കെ പറയുന്നുണ്ട്, എത്രത്തോളം പ്രാവർത്തികമാകുന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇപ്പം 250 കോടിയോളം നമ്മുടെ സർക്കാർ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് വിവിധ ഘട്ടം പരിപാടികളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും ഹാപ്പിയാണ്. നമ്മൾ അത്ര രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഞങ്ങളുടെ മെയിനായിട്ട് കാലങ്ങളായിട്ടുള്ള കൺസേൺ എയർഫെയറിൻ്റെതായിരുന്നു. പക്ഷേ അതിന് വേണ്ടി ഒന്നും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലായത്. കുറച്ച് മുമ്പ് മുഖ്യമന്ത്രിയോട് വന്നിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ പ്രവാസികൾക്ക് പെൻഷൻ റെഡിയായി തരാം, അത് കുറേ വാഗ്ദാനങ്ങളല്ലാണ്ട് ഒന്നും ചെയ്യാനായില്ല. ബജറ്റും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക, നിങ്ങൾക്കറിയാമല്ലോ. ബഡ്ജറ്റ് പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഡിസംബറിൽ ഇറങ്ങാൻ പറഞ്ഞ ഷിപ്പ് വരെ ഇതുവരെ ഇറങ്ങിയിട്ട. എല്ലാവരും അതും പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ചാർജ് നമ്മൾ ലഗേജും ഇതെല്ലാം നോക്കുമ്പോൾ ഷിപ്പാന്ന് എല്ലാവരും നോക്കുന്നത്. എന്താ പറയുക, 200-200 kg കൊണ്ടുപോകാൻ പറ്റും. ഷിപ്പ് റെഡിയായിന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് ഓപ്പൺ ആക്കാനും സ്റ്റാർട്ടാക്കാനും ഇതൊന്നും ഇതാക്കിയിട്ട. ആകെ നമുക്ക് പ്രവാസിൻ്റെ പ്രശ്നം പറയുന്നത് ഒന്നാമത് നമ്മൾ ഫ്ലൈറ്റ് ചാർജ്, നമ്മളെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് മാത്രം. എന്നാൽ പ്രവാസി സമൂഹത്തെ സംസ്ഥാന ബജറ്റ് അവഗണിച്ചിട്ടില്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വിശദീകരിക്കുന്നത്. പ്രവാസികൾക്കുള്ള എല്ലാ തരത്തിലുള്ള വിഹിതം അല്പമെങ്കിലും വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. പ്രവാസികൾക്കൊക്കെ 1-2 കാര്യം മാത്രമേ നമ്മൾ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് സ്പീച്ച് വായിക്കുക. ബാക്കി എല്ലാ കാര്യവും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്കീമും എല്ലാ ഫണ്ടും ഉണ്ട്. ചിലപ്പം 100 കോടി രൂപയുടെ ഒരു പ്രത്യേക പദ്ധതി അവിടെ കാണും. 15 കോടി രൂപയുടെ ഒരു പുതിയ പദ്ധതി ആയിരിക്കും ഇന്നോവേറ്റീവായിട്ട് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മൾ വായിക്കുന്നത്. മറ്റേത് വായിക്കണമെന്നില്ല, എടുക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അതിനകത്തൊന്നും വെട്ടിക്കുറച്ചിട്ടില്ല. പ്രവാസികളെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർക്കയും നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയാണ്. അതിനകത്ത് കുറവില്ല. വിദേശ നാണ്യം നാട്ടിലേക്ക് അയക്കുകയും തകർന്നു കിടക്കുന്ന നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് പകരുകയും ചെയ്യുന്ന പ്രവാസി സമൂഹത്തെ കരുതലോടെ കാണുന്ന കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ ഇനി എന്നാണാവോ യാഥാർത്ഥ്യമാവുക? കാലങ്ങളായി ഉന്നയിക്കുന്ന ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കേണ്ട ഗതികേടിലാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹം ഇപ്പോഴും.